നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയുടെ ഇഷ്ട വഴിപാടുകളും അവ ചെയ്താൽ ഉണ്ടാകുന്ന ഫലസിദ്ധിയെക്കുറിച്ചുള്ളതുമാണ്. നമുക്ക് നോക്കാം അവ ഏതൊക്കെയാണ് എന്ന്. പൊന്നുണ്ണി ഒരു ചാത്തൻ സ്വാമിയാണ്, നമുക്ക് ഏവർക്കും അറിയാമല്ലേ. ഇതിൽ ഒന്നാമത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് രക്തപുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. ശത്രുദോഷം അകറ്റുന്നതിനും കാര്യവിജയത്തിനുമായിട്ടാണ് ഈ വഴിപാട് പ്രധാനമായിട്ടും നടത്തുന്നത്. അടുത്തതായി ഗുരുതി തർപ്പണമാണ്. തടസ്സങ്ങൾ മാറുന്നതിനും കുടുംബത്തിലെ ഐശ്വര്യത്തിനും ദുഷ്ടശക്തികളിൽ നിന്നുമുള്ള സംരക്ഷണത്തിനും ഗുരുതി പ്രധാനമാണ്. ഇനി കരിങ്കലശമാണ്. ഗ്രഹദോഷങ്ങൾ മാറുന്നതിനും മാനസികമായ സമാധാനം ലഭിക്കുന്നതിനും ഇത് ഉത്തമമായിട്ടാണ് കരുതപ്പെടുന്നത്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറുന്നതിനും പ്രശസ്തിക്കും ഐശ്വര്യത്തിനുമായി ചുറ്റുവിളക്കും നടത്തപ്പെടുന്നു. വിചാരിച്ച കാര്യങ്ങൾ വേഗത്തിൽ നടന്നു കിട്ടുന്നതിനും ബിസിനസ്സിലെ പുരോഗതിക്കും വിഷ്ണുമായ പ്രീതി ഗുണകരമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദൃശ്യരായ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഒഴിവാക്കാൻ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി സഹായിക്കും. അത് വിശ്വാസം മാത്രമല്ല, അത് ഉറപ്പ് തന്നെയാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ മാറുന്നതിനും ഐക്യമുണ്ടാകുന്നതിനും പ്രത്യേക പൂജകൾ തന്നെ നടത്താറുണ്ട്. ഭക്തർ സാധാരണയായി തൃശ്ശൂരിലെ കൂട്ടുമടമനയിലോ പെരിങ്ങോട്ടുകരയിലോ ഉള്ള പ്രധാന ക്ഷേത്രങ്ങളിലാണ് ഇത്തരം വഴിപാടുകൾ നടത്താറുള്ളത്. വിശ്വാസത്തിനോടൊപ്പം ശുദ്ധിയോടും ഭക്തിയോടും കൂടി ആരാധിക്കുന്നത് വഴി പൂർണ്ണ ഫലം ലഭിക്കുമെന്നാണ് ആചാരങ്ങൾ പറയുന്നത്. ഇനി അവിൽ നിവേദ്യമാണ് മറ്റു പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്ന്. സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. ദാരിദ്ര്യമുക്തിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കുമായി ഭക്തർ ഇത് വഴിപാടായി സമർപ്പിക്കുന്നു. ഇനി വെള്ളാട്ട് എന്ന വഴിപാടാണ്. ചുവപ്പ് വസ്ത്രമണിഞ്ഞ് ചുവന്ന പൂക്കളാൽ അലങ്കരിച്ച് സ്വാമിയുടെ രൂപം കെട്ടിയാടുന്നതാണ് വെള്ളാട്ട്. ഇത് കാണുന്നതും ദക്ഷിണ നൽകുന്നതും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നീങ്ങാൻ സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അടുത്തതായി വാദ്യമേളങ്ങളാണ്. സ്വാമിക്ക് വാദ്യമേളങ്ങൾ വളരെ ഇഷ്ടമാണ്. അതിനാൽ മേളം, കൊട്ട തുടങ്ങിയവ വഴിപാടായി നടത്തുന്നത് ആയുർദോഷം മാറാനും പ്രശസ്തിക്കും നല്ലതാണ്. ചില ക്ഷേത്രങ്ങളിൽ കള്ള് നിവേദിക്കാറുണ്ട്. ചില തറവാടുകളിലും കാവുകളിലും വിഷ്ണുമായ സ്വാമിക്ക് കള്ള് നൈവേദ്യമായി നൽകാറുണ്ട്. ഇത് ശത്രുദോഷം മാറാനായി പ്രത്യേകം ചെയ്യപ്പെടുന്നതാണ്. അടുത്തതായി പാനകമാണ്. ദാഹശമനത്തിനായി പാനകം നൈവേദിക്കുന്നത് രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ ഉത്തമമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവാനെ മനസ്സറിഞ്ഞ് ഉറച്ചു വിശ്വസിച്ച് വിളിച്ചാൽ എന്നും ഭഗവാൻ അവരോടൊപ്പം ഉണ്ടാകും. ഒരിക്കലും അവരെ പരീക്ഷിക്കുകയില്ല. ഒരു പരാജയവും അവർ നേരിടേണ്ടി വരികയുമില്ല. കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്താറുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങാനും ഏകാഗ്രത ലഭിക്കാനും വിഷ്ണുമായ പ്രീതി ഗുണകരമാണെന്നാണ് കരുതപ്പെടുന്നത്. ദൃഷ്ടിദോഷം, ബാധകൾ എന്നിവ മാറ്റുന്നതിനായി കാളിയൂട്ട് പോലുള്ള പ്രത്യേക അനുഷ്ഠാനങ്ങളും വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ നടക്കാറുണ്ട്. ഏതൊരു വഴിപാട് നടത്തുമ്പോൾ അതത് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും തനിമയും പാലിക്കുന്നത് ഫലസിദ്ധി വർദ്ധിപ്പിക്കും. സാധാരണയായി കറുത്തവാവ്, ശനിയാഴ്ച എന്നീ ദിവസങ്ങളാണ് വിഷ്ണുമായ ആരാധനയ്ക്ക് ഏറ്റവും വിശേഷമായി കണക്കാക്കപ്പെടുന്നത്. ഇതുകൂടാതെ ബുധനാഴ്ച ദിവസങ്ങളിലും പ്രധാന ദിവസമായി വിഷ്ണുമായ സ്വാമിക്ക് കണക്കാക്കപ്പെടാറുണ്ട്. ഇനി നാണയം അളക്കലാണ്. ഒരു പറയിൽ നാണയങ്ങൾ നിറച്ച് സ്വാമിക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് ഇത്. കച്ചവടത്തിലെ നഷ്ടം മാറുന്നതിനും സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമാണ് ഇത് പ്രധാനമായി നടത്തുന്നത്. കോഴിയെ പറപ്പിക്കൽ എന്നൊരു വഴിപാടുണ്ട്. ശത്രുദോഷം മാറുന്നതിനും മാറാ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുമായി ജീവനുള്ള കോഴിയെ ക്ഷേത്ര നടയിൽ പറത്തിവിടുന്ന ഒരു പഴയ ആചാരമാണ് ഇത്. അടുത്തതായി തുലാഭാരമാണ്. വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പഞ്ചസാര, ശർക്കര, നാളികേരം അല്ലെങ്കിൽ കപ്പൽ തുടങ്ങിയവ കൊണ്ട് തുലാഭാരം നടത്താറുണ്ട്. ആപത്തുകളിൽ നിന്നുള്ള സംരക്ഷണമാണ് ഇതിൻ്റെ പ്രധാന ഫലം. അടുത്തതായി കുതിര വഴിപാടാണ്. മണ്ണിൽ തീർത്ത കുതിര രൂപങ്ങൾ സമർപ്പിക്കുന്നത്
തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ മാറുന്നതിനും സ്ഥാനക്കയറ്റത്തിന് സഹായിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇനി പ്രത്യേക പായസങ്ങളുണ്ട്. കടുംപായസം, അരവണ പായസം എന്നിവ. സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളാണ് ഇവ രണ്ടും. കർമ്മപരമായ അനുഷ്ഠാനങ്ങളിൽ നീരാട്ട്, സ്വാമിയുടെ വിഗ്രഹത്തിൽ എണ്ണയോ വെള്ളമോ ഒഴിച്ച് നടത്തുന്ന നീരാട്ട് വഴി ശാരീരികമായ അസ്വസ്ഥതകൾ മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മന്ത്രസിദ്ധി പൂജകളിൽ കുടുംബപരമായി നിലനിൽക്കുന്ന ശാപങ്ങൾ മാറുന്നതിനും വംശവർദ്ധനവിനുമായി വിശേഷാൽ പൂജകൾ തന്നെ നടത്താറുണ്ട്. കളമെഴുത്തും പാട്ടും വഴി ഭഗവാന്റെ രൂപം മണ്ണിൽ വരച്ച് ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകുന്നു. സാധാരണയായി ഓം ഹ്രീം കുട്ടിച്ചാത്ത സ്വാമിനിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ഓരോ ക്ഷേത്രങ്ങളിലെയും കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് വഴിപാടുകളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. വിഷ്ണുമായ സ്വാമിക്ക് നെയ്വിളക്ക് കത്തിക്കുന്നത് അതീവ ഫലദായകമായ ഒരു വഴിപാടാണ്. പ്രധാനമായും ഇനി പറയുന്ന ഗുണങ്ങൾക്കാണ് ഭക്തർ നെയ്വിളക്ക് സമർപ്പിക്കുന്നത്. ജീവിതത്തിലെ ഇരുളടഞ്ഞ ചിന്തകൾ മാറി ശരിയായ ദിശ കണ്ടെത്താനും കുട്ടികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയും ബുദ്ധിശക്തിയും വർദ്ധിക്കാനും നെയ്വിളക്ക് വഴിപാടായി നടത്തുന്നു. വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജം മാറി പോസിറ്റീവ് ഊർജ്ജം നിറയാനും കുടുംബാംഗങ്ങൾക്കിടയിൽ സമാധാനവും ഐക്യവും ഉണ്ടാകാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശാരീരികമായ അസുഖങ്ങൾ മാറുന്നതിനും ദീർഘായുസ്സിനും നെയ്വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ്. മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവർക്കും അനാവശ്യ ഭയമുള്ളവർക്കും മനസ്സിന് ധൈര്യവും ശാന്തിയും ലഭിക്കാൻ ഈ വഴിപാട് ഗുണകരമാണ്. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരമായും ഈശ്വരപ്രീതിക്കായും നെയ്വിളക്ക് തെളിക്കാറുണ്ട്. സാധാരണയായി വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങി കാര്യവിജയമുണ്ടാകാൻ സഹായിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. നെയ്യ് ശുദ്ധമായ ഹവിസായി കണക്കാക്കപ്പെടുന്നതിനാൽ ഇത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. അടിയുറച്ച് വിശ്വസിച്ചോളൂ, ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവും. ഇനിയും ഭഗവാനെ പറ്റിയുള്ള ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ ഏവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഏവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.